യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാൻഡോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദ അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാൻഡോ മിഷൻ ക്വിസ്റ്റേമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രൈസ്റ്റ് ദ കിങ് എന്ന ചെറിയൊരു കുരിശുപള്ളിയിൽ നിന്ന് സെന്റ് ജെയിംസ് ദ ഗ്രേറ്റ് എന്ന നാമത്തിലേക്കുള്ള ഈ ഇടവകയുടെ യാത്ര നീണ്ടത് തന്നെയാണ്. സാമ്പത്തിക പ്രതിസന്ധികളും മറ്റു ബുദ്ധിമുട്ടുകളും നേരിട്ടപ്പോഴും സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പടുതുയർത്തതാണ് ഈ ദേവാലയം. MSTയുടെ പ്രേഷിത വാഹിനി ഇന്ന് എത്തി നിൽക്കുന്നത് സ്നേഹം കൊണ്ടും സേവനം കൊണ്ടും അഭിമാനമായി തീർന്നിരിക്കുന്ന പാലക്കാട് രൂപതയുടെ ഒലവക്കോട് ഫൊറോനയ്ക്ക് കീഴിലുള്ള സെന്റ് ജെയിംസ് ദ ഗ്രേറ്റ് എന്ന വിശുദ്ധന്റെ നാമധേയത്തിലുള്ള ധോണിയിലെ ഇടവകയിലാണ്. ആശംസകൾ അറിയിച്ച് നമ്മോട് സംസാരിക്കുന്നതിനായി നമ്മോടൊപ്പം ആയിരിക്കുന്നത് ഞാറക്കോട് ഇടവക വികാരിയും പാലക്കാട് രൂപത പ്രൊക്യുറേറ്ററുമായ ബഹുമാനപ്പെട്ട ഫാദർ റെന്നി കാഞ്ഞിരത്തിങ്കലാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി നമുക്ക് സ്വാഗതം ചെയ്യാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നുണ്ട്. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരിക്കുന്ന പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരായി അവരയച്ചു. അനന്തരം അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരെ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഷാലോം ടെലിവിഷനും ശാന്തോം മീഡിയയും സംയുക്തമായി ചെയ്യുന്ന ഈ മിഷൻ ക്വിസ് ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ കാലഘട്ടത്തിൽ മിഷന്മാരാകുവാൻ യുവജനങ്ങളെയും കുട്ടികളെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിന്, ഈ ശുശ്രൂഷയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുക. ആശംസയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇതെങ്ങനെ ഇരിക്കുകയാണ് അടുത്ത പാർട്ടിസിപ്പൻറ്റിനെ കാണാനായിട്ട്. നമുക്ക് 3 പാർട്ടിസിപ്പൻസ് ഇല്ലേ, ഇനി അവരെ വിളിച്ചാലോ? അവരെവിടെ? ബാക്കി നിൽക്കുന്ന 3 പാർട്ടിസിപ്പൻസിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇവർക്കും വേണ്ടി ഒരു ഗെയിം കൊടുത്താലോ? ഗെയിം ഇതാണ്. 10 സെക്കൻഡ് തരും. ഒലവക്കോട് ഫൊറോനയ്ക്ക് കീഴിലുള്ള പള്ളികളുടെ പേര് പറയണം 10 സെക്കൻഡിനുള്ളിൽ. ഇതിൽ ഏറ്റവും കൂടുതൽ ആരാണോ പറയുന്നത് ആളായിരിക്കും അടുത്തതായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. റെഡിയല്ലേ? ഇവിടുന്ന് തുടങ്ങിയാലോ? സോ ടൈം സ്റ്റാർട്ട്സ് നൗ. ഞാറക്കോട്, മൈലമ്പുള്ളി, മുണ്ടൂര്, അകമലവാരം, പുലാപ്പറ്റ, ഒലവക്കോട്, ധോണി, മലമ്പുഴ, സൗത്ത് മലമ്പുഴ. സ്റ്റോപ്പ്. പറഞ്ഞോ, സ്റ്റാർട്ട്. ധോണി, ഒലവക്കോട്, ഞാറക്കോട്, അകമലവാരം, മലമ്പുഴ, സൗത്ത് മലമ്പുഴ. സ്റ്റോപ്പ്. സ്റ്റാർട്ട്. മലമ്പുഴ, സൗത്ത് മലമ്പുഴ, മുണ്ടൂര്, മൈലമ്പുള്ളി, ഒലവക്കോട്, ധോണി. അത്രേ ഉള്ളൂ. അപ്പോൾ 3 പേരും പറഞ്ഞു. അപ്പോൾ ഒരു സംശയം വേണ്ട, ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞിരിക്കുന്നത് അൻസ് തന്നെയാണ്. ആരാണ് അപ്പോൾ അടുത്ത് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിട്ട് കയറാൻ പോകുന്നത്? അൻസാണ്.
അൻസിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണ്ടേ? അതിനായി നമുക്കൊരു ചെറിയ പ്രൊഫൈൽ കണ്ടാലോ? ഹായ്, എൻ്റെ പേര് അൻസ്. പാലക്കാട് ജില്ലയിലെ ഞാറക്കോട് ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ വീട്ടിൽ പപ്പ, അമ്മ, ചേട്ടൻ, അമ്മച്ചിയാണുള്ളത്. പപ്പയും അമ്മയും കൃഷിക്കാരാണ്. ചേട്ടൻ 5 വർഷ വൈദിക വിദ്യാർത്ഥിയാണ്. ഞങ്ങൾ കോട്ടയം ജില്ലയിൽ നിന്ന് കുടിയേറി പാർത്തതിനാൽ ആ വിശ്വാസ പാരമ്പര്യം ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. പ്രകൃതി ഭംഗിയാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ഞാറക്കോട് ഗ്രാമത്തിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് പള്ളിയിലെ ഒരു കുഞ്ഞിടവക അംഗമാണ് ഞാൻ. മൃഗങ്ങളൊക്കെ ഇഷ്ടം, പ്രകൃതിയൊക്കെ സ്നേഹിക്കുന്ന ഒരു കൊച്ചു മിടുക്കിയാണ്. പക്ഷെ ഇത്രയും അറിഞ്ഞാൽ പോരാ, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ, പഠനമൊക്കെ എങ്ങനെയുണ്ട്, അതൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ അറിയണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? പ്രേക്ഷിത വാഹനത്തിൽ കയറിയാലോ? കയറിക്കോളൂ. റൂൾസ് എല്ലാം അറിയാലോ. അപ്പോൾ 4 റൗണ്ടുകളാണുള്ളത്. ജെറുസലേം റൗണ്ട്, അഡ്ജൻഡസ് റൗണ്ട്, ജെറിക്കോ റൗണ്ട്, മാർഗം റൗണ്ട്. ഏത് റൗണ്ടാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത്? ജെറുസലേം. സഭാചരിത്രത്തെ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റൗണ്ടാണ് ജെറുസലേം റൗണ്ട്. ഈ റൗണ്ടിൽ നമുക്ക് 2 ചോദ്യങ്ങളുണ്ട്. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനും. ചോദ്യം നോക്കാം. ആദ്യ ചോദ്യം നോക്കാം. മാർ ജോസഫ് കരിയാറ്റിൽ കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായി നിയമിതനായത് എന്ന്? 4 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. 1692, 1888, 1899, 1782. ഏതായിരിക്കും? ഒട്ടും ഉറപ്പില്ല. 1692. ഓഡിയൻസ് എന്ത് പറയുന്നു? എല്ലാവരും ആലോചിക്കുന്നുണ്ട്. ഹെൽപ്പ് വേണോ? ഹെൽപ്പ് വേണം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ആയതുകൊണ്ട് നമ്മുടെ ഓഡിയൻസിന് ആർക്കെങ്കിലും ശരിയായ ഉത്തരം അറിയോ? ചേച്ചി അവിടെ നിന്ന് എന്തോ പറയുന്നുണ്ട്. ആൻസർ ആണോ പറഞ്ഞേ? ആയിരത്തി 1782 എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ആൻസർ ഉറപ്പിക്കുന്നോ? ആൻറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ഉറപ്പിക്കും. ആൻറ്റി പറഞ്ഞതുകൊണ്ട് അതങ്ങ് ഉറപ്പിക്കാണ്. എല്ലാവർക്കും ഒരു പേടിയുണ്ട്. ആൻറ്റിക്കേ പേടിയാണ്. പക്ഷെ നമുക്ക് ആൻസർ നോക്കാം. ഉത്തരം ശരിയാണ്. ആൻറ്റി, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിൽക്കാമോ? കാരണം ഒരു ചോദ്യം കൂടി ഉണ്ട് ഈ റൗണ്ടിൽ. അപ്പോൾ ഈ ചോദ്യത്തിനും കൂടി കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാലേ ആ സമ്മാനം കിട്ടുള്ളൂ. അൻസിന് സമ്മാനം കിട്ടുകയാണെങ്കിൽ ആൻറ്റി തന്നെ അങ്ങ് കൊടുത്തോ. കുഴപ്പമില്ല, കണ്ടോ, ഒരു ഉത്തരം പറഞ്ഞതിന് എന്തോ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ആൻറ്റി, നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ അൻസുൻ്റെ? ചോദ്യം ഇതാണ്. നസ്രാണി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പാറയിമാക്കൽ തോമ കത്തനാർക്കൊപ്പം നിന്ന് അധ്വാനിച്ച ആത്മായൻ. ഓപ്ഷൻസ് ഇല്ല, അറിയാമോ? ചിന്തിച്ചാൽ ഉത്തരം കിട്ടും. ആർക്കെങ്കിലും നമ്മുടെ കൊച്ചിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? നവീൻ അവിടെ കൈ പൊക്കിയിട്ടുണ്ട്, അറിയാമോ? പോരെ നീ. ആൻസർ പറഞ്ഞോ. തച്ചിൽ മാത്തു തരകൻ. തച്ചിൽ മാത്തു തരങ്കൻ എന്നാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ചേച്ചി തലയാട്ടുണ്ട്, പക്ഷെ നമുക്ക് ആൻസർ കറക്റ്റ് ആണോ നോക്കണ്ടേ? ആൻസർ എന്ത് പറയണോ? നോക്കാം. കറക്റ്റാണോ നോക്കാം. കറക്റ്റാണോ നോക്കാം. നോക്കാം. അപ്പം നമുക്ക് ആൻസർ നോക്കാം. ആൻസർ കറക്റ്റ് ആണ്. തച്ചിൽ മാത്തു തരകൻ. നവീൻ വന്നൊരു ഉത്തരം ശരിയാക്കി തന്നു. ആൻറ്റി വന്നൊരു ഉത്തരം ശരിയാക്കി തന്നു. എന്താ പറയുന്നത്? 2 പേരും ചേർന്ന് കൊടുക്കണം. എന്നാൽ പിന്നെ അൻസ് താഴേക്ക് വരാമോ? 2 പേരും ചേർന്ന് ആ സമ്മാനം തരും. അവശേഷിക്കുന്നത് 3 റൗണ്ടുകളാണ്. അഡ്ജൻഡസ്, ജെറിക്കോ, മാർഗം. ഏത് റൗണ്ടാണ് ഇനി ചൂസ് ചെയ്യുന്നത്? ജെറിക്കോ. ജെറിക്കോ റൗണ്ട് എന്ന് പറയുമ്പോൾ അതൊരു വിഷ്വൽ റൗണ്ട് ആയിരിക്കും. ഒരു വീഡിയോ പ്ലേ ചെയ്യുകയും
നമ്മളിത് കൃത്യമായിട്ട് വീഡിയോ നോക്കണം. എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ സൈഡിലുള്ള നോട്ട് പാഡ് യൂസ് ചെയ്യാം. വീഡിയോ കണ്ടാലോ? ഞാൻ ഫാദർ ജസ്റ്റിൻ കൂറുമുള്ളിൽ MST സഭാ അംഗമാണ്. നാട്ടിൽ പാലാരൂപതയിലെ അറുന്നൂറ്റുമംഗലം ഇടവകയാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ജില്ലയിൽ അമ്പേരി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ബുദ്ധിമാന്ദ്യം സംഭവിച്ച യുവാക്കളോടൊപ്പം സേവനം ചെയ്യുകയാണ് 3 വർഷക്കാലമായി. ഇവിടെ 30ഓളം ബുദ്ധിമാന്ദ്യം സംഭവിച്ച യുവാക്കളാണുള്ളത്. 18 വയസ്സിന് മുകളിൽ ഉള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. ചോദ്യം ഇതാണ്: ഫാദർ ജസ്റ്റിൻ കുറുമുള്ളിൽ മഹാരാഷ്ട്രയിൽ എവിടെയാണ് സേവനം ചെയ്യുന്നത്? മഹാരാഷ്ട്രയിൽ 600. അച്ഛൻ വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു. നമുക്ക് ആൻസർ നോക്കാം. സിന്ധുദുർഗ് ജില്ലയിലെ അമ്പേരി എന്ന ഗ്രാമത്തിൽ. ആൻസർ തെറ്റിപ്പോയി, സാരില്ല. ആൻസർ വിഷമിച്ചോ? നമുക്ക് ഇനിയും റൗണ്ടുകളുണ്ട്, വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു കാര്യം ചെയ്യാം, അൻസിൻ്റെ 2 റൗണ്ട് കഴിഞ്ഞു. നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൊടുത്താലോ? ചോദ്യം ഇതാണ്: പള്ളിയുടെ രജത ജൂബിലി ആഘോഷിച്ചത് എന്ന്. ഈ പള്ളിയുടെ ഇടവകക്കാരല്ലേ ഇവിടെ ഇരിക്കുന്നേ? പോരെ? 2009 മെയ് 24. ഉത്തരം ശരിയാണോ? ശരിയാണോ? കുറെ പേര് തലയാട്ടുന്നുണ്ട്, കുറെ പേര് വെറുതെ ഇരിക്കുന്നുണ്ട്. അമ്മ എന്താ പറഞ്ഞു? ശരിയാണ്, മെയ് 24, 2009 കറക്റ്റ് ആൻസർ ആണ്. കൈയടിച്ചേ. ബാക്കി നിൽക്കുന്നത് 2 റൗണ്ടുകളാണ്. ഇതിൽ ഏത് റൗണ്ടാണ് ഇനി അടുത്തതായിട്ട് ചൂസ് ചെയ്യുന്നത്? മാർഗം. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെ കാണിക്കും. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ, വിശുദ്ധ അൽഫോൻസാമ്മ. ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? വിശുദ്ധ അൽഫോൻസാമ്മ. വിശുദ്ധ അൽഫോൻസാമ്മയെ കുറിച്ച് എല്ലാം പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. നമുക്ക് ചോദ്യം നോക്കിയാലോ? ചോദ്യം ഇതാണ്: അൽഫോൻസാമയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത് എന്ന് ഏത് കാർമ്മികൻ? ഓപ്ഷൻസ് ഇല്ല. 1986 ജോൺ പോൾ 2 മാർപ്പാപ്പ. ഉറപ്പാണോ? ആലോചിച്ചാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ആൻസർ നമുക്ക് നോക്കാം. 1986 ഫെബ്രുവരി 8 ജോൺ പോൾ 2 മാർപ്പാപ്പ. ആൻസർ കറക്റ്റ് ആയിട്ടുണ്ടോ? കൈയടിച്ചേ. മാസവും ഡേറ്റും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ വർഷവും ആരാണ് എന്നുള്ള ചോദ്യത്തിനും കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഈ റൗണ്ടിൽ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സമ്മാനം തന്നേക്കാം. മൂന്ന് റൗണ്ട് കഴിഞ്ഞു, പക്ഷെ ഒരു പ്രോഗ്രാം വേണ്ടേ? അതെ, നമ്മൾ ഇത്രയും നേരം എല്ലാവരും ഒന്നും അടുത്ത പോലെയുണ്ട്. ഒരു പ്രോഗ്രാം കണ്ടാലോ? ആരാ പ്രോഗ്രാമിനായിട്ട് വരാൻ പോകുന്നറിയോ? എനിക്കിപ്പോഴാണ് ആൻസിൻ്റെ ടെൻഷൻ മനസ്സിലായത്. അടുത്തതായിട്ട് പ്രോഗ്രാമിനായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് അൻസാണ്. അൻസിൻ്റെ ഒരു അടിപൊളി ഡാൻസ് ആണ് അടുത്ത് നമ്മുടെ മുന്നിൽ. കൈയടിച്ചെന്ന്. കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ, അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ, എന്റെ ജീവനായവനെ നീയൻ
മലമുകളേറി അന്നു ജീവനേകുവനായെന്നു പാടുപെട്ടു നീ അന്നു ജീവനേകുവനായെന്നു പാടുപെട്ടു നീ എന്റെ ജീവനായവനെ നീ എൻ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ മരക്കുരിശുമായി നാഥൻ മലമുകളേറി മനസ്സരകളിൽ എന്നും പാടുവാനായി മരക്കുരിശുമായി നാഥൻ മലമുകളേറി മനസ്സരകളിൽ എന്നും പാടുവാനായി മരക്കുരിശുമായി നാഥൻ മലമുകളേറി മനസ്സരകളിൽ എന്നും വാഴുവാനായി കാൽവരിക്കുന്നിൽ കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേകുവനായെന്നു പാടുപെട്ടു നീ എന്റെ ജീവനായവനെ നീ എൻ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ കരമുയരുന്നേ നാഥ കരകൾ മാറ്റണമേ കരണലീയണമേ നാഥ കനിവ് തോന്നണമേ കരമുയരുന്നേ നാഥ കരകൾ മാറ്റണമേ കരണലീയണമേ നാഥ കനിവ് തോന്നണമേ കാൽവരിക്കുന്നിൽ കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേകുവനായെന്നു പാടുപെട്ടു നീ അന്നു ജീവനേകുവനായെന്നു പാടുപെട്ടു നീ എന്റെ ജീവനായവനെ നീ എൻ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ ഇപ്പോൾ ഡാൻസും കഴിഞ്ഞ് 2 റൗണ്ടും കഴിഞ്ഞ് പകുതി ടെൻഷൻ പോയില്ലേ? നമുക്കിനി അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? ബാക്കി നിൽക്കുന്നത് അഡ്ജൻഡസ് റൗണ്ടാണ്. നമുക്ക് നോക്കിയാലോ. അഡ്ജൻഡസ് റൗണ്ടിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. സെൻറ്റ് തോമസ് മിഷൻ. സെൻറ്റ് തോമസ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അഥവാ മിഷനാണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും.
തുടർന്ന് വരുന്ന സെൻറ്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. മനസ്സിലായില്ലേ? ഏതാണ് ആദ്യം ഒപ്റ്റ് ചെയ്യുന്നത്? സെൻറ്റ് തോമസ്. സെൻറ്റ് തോമസ് ആണ് ഒപ്റ്റ് ചെയ്തിരിക്കുന്നത്. ചോദ്യം എന്താണെന്ന് നോക്കാം. തോമാസ്ലീഹ സ്ഥാപിച്ച ആലപ്പുഴ ജില്ലയിലുള്ള പള്ളി. ചോദ്യം ഒന്നും കൂടെ വായിക്കാം. തോമാസ്ലീഹ സ്ഥാപിച്ച ആലപ്പുഴ ജില്ലയിലെ പള്ളി ഏതാണ്? കോക്കമംഗലം, നിരണം, കോട്ടക്കാവ്, നിലയ്ക്കൽ. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ്? കോക്കമംഗലം. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ആ. നമുക്ക് ഉത്തരം ശരിയാണെന്ന് നോക്കിയാലോ? ആൻസർ കറക്റ്റ് ആണ്, കോക്കമംഗലം. ഈ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കൂടി ഈ റൗണ്ടിൽ ബാക്കിയുണ്ട്. ആ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: മിഷൻ ലീഗിന്റെ ആസ്ഥാനം. ആൻസർ അറിയാമോ? ആ, ഭരണങ്ങാനം. ആൻസർ ചാടി പറഞ്ഞിട്ടുണ്ട്. ഉത്തരം ശരിയാണെന്ന് നോക്കിയാലോ? ആൻസർ കറക്റ്റ് ആണ്, ഭരണങ്ങാനം. അങ്ങനെ ദാ ഈ റൗണ്ടിലെ അവസാനത്തെ റൗണ്ടിലെ 2 ചോദ്യങ്ങളും കറക്റ്റ് ആക്കിയിരിക്കുകയാണ്. സമ്മാനം തരാം. ആൻസിൻ്റെ 4 റൗണ്ട് കഴിഞ്ഞു. പക്ഷെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. അതിനു മുൻപ് നമുക്ക് ഓഡിയൻസിന് ഒരു ക്വസ്റ്റ്യൻ കൊടുത്താലോ? ചോദിച്ചോട്ടെ. ചോദ്യം ഇതാണ്: ആര് വികാരിയായിരിക്കുന്ന സമയത്താണ് ഈ പള്ളിയുടെ രജത ജൂബിലി ആഘോഷിച്ചത്? നമ്മുടെ ചോദ്യം തീരുന്ന മുൻപേ ചേട്ടൻ കൈപൊക്കി. നമ്മുടെ ആൻറ്റി പോരെ, ആൻറ്റീനെ വിളിച്ചോട്ടെ, ഒന്ന് കൈയടിച്ചേ. ഫാദർ ജേക്കബ് മാവുങ്കൽ. ആൻസർ പറഞ്ഞിരിക്കുന്നത് ഫാദർ ജേക്കബ് മാവുങ്കൽ എന്നാണ്. ആൻസർ കറക്റ്റ് ആണ്. അപ്പോൾ ചേച്ചിക്ക് നമുക്ക് സമ്മാനം കൊടുക്കാം. ഒരു ജനറൽ ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ട്. നമുക്ക് ആ ചോദ്യം നോക്കാം. ഞാറക്കോട് പള്ളി സ്ഥാപിതമായ വർഷം? 1997. ഉറപ്പാണ്? പെട്ടെന്ന് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആൻസർ നമുക്ക് നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, 1997. അങ്ങനെ 7 ചോദ്യങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. പക്ഷേ ഉത്തരം തെറ്റിച്ച് കാരണം നമുക്ക് മെമൻറ്റോ ഇല്ല. പക്ഷേ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗും നേടിയിരിക്കുന്ന സമ്മാനങ്ങളുമായിട്ടാണ് ആൻസർ പോകാൻ പോകുന്നത്. താഴേക്ക് വരാം. ആരൊക്കെയാണ് വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്? പപ്പ, അമ്മ. അപ്പോൾ ആൻസിൻ്റെ ഒപ്പം സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നതിനായി പപ്പയും അമ്മയും ക്ഷണിക്കുകയാണ്. സമ്മാനങ്ങളുടെ താഴേക്ക് പോരും. രണ്ടാമത്തെ പാർട്ടിസിപ്പൻ്റായ അൻസും സമ്മാനങ്ങൾ നേടിയാണ് പോയിരിക്കുന്നത്. ഇനിയും 2 പാർട്ടിസിപ്പൻസ് കൂടി നമുക്ക് ബാക്കിയുണ്ട്. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ തങ്കു? തീർച്ചയായും. ഏശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാലും എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. നമ്മെ ഇത്ര കണ്ട് സ്നേഹിക്കുന്ന ഒരു ദൈവമുള്ളപ്പോൾ നാം എന്തിനു ഭയപ്പെടണം? സകലവും അവിടുത്തെ സ്നേഹ സമ്മാനങ്ങളാണെന്ന് കരുതിയാൽ ജീവിതം എത്രയോ മനോഹരം. സ്നേഹം അനുഭവിക്കുന്ന, സ്നേഹം പങ്കുവയ്ക്കുന്ന, സ്നേഹത്തിൻ്റെ പ്രേക്ഷിതരായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സാൻഡോ മിഷൻ ക്വസ്റ്റേമെന്റ്. ദിസ് ഇസ് ലിഖിത. ദിസ് ഇസ് തങ്കമണി. സൈനിങ് ഓഫ്. താങ്ക് യു. പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം.
മാത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ